തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ആധുനിക മുഖം നൽകുവാൻ സാധിച്ചു. 2011 ഡിസംബർ 16-ന് 100 കോടി രൂപ ചെലവിട്ട് പ്രവർത്തനക്ഷമമായ എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ നിർമ്മിക്കുന്നതിന് ശക്തവും വ്യക്തിപരവുമായ ഇടപെടൽ നടത്തി. ആധുനിക ടെർമിനൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി. 50 കോടി രൂപ ചെലവഴിച്ച് എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 2011 ഡിസംബർ 16-ന് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഞാൻ ആദ്യം തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി MP ആയി ജയിച്ചപ്പോൾ നമ്മുടെ അന്താരാഷ്ട്രീയ വിമാനം അന്താരാഷ്ട്രീയ എയർപോർട്ടിൻ്റെ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എയർപോർട്ട് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ 4-5 വർഷം ലേറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഒരു MP ആയിട്ട് ഇടപെട്ടിട്ട് അവിടുത്തെ കേന്ദ്രത്തിലത്തെ മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷനെയും കണ്ടിട്ടും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടിട്ട് അവിടുന്ന് കുറച്ചൊരു ഏജൻസി കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന് പോയി ഇടപെട്ടിട്ടും ഉദ്യോഗസ്ഥന്മാരോട് ഇടപെട്ടിട്ടും ചില കാര്യങ്ങളെ കുറച്ചും കൂടി വേഗം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതോടെ കുറച്ചും കൂടി ഏജൻസി വന്നു നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ. 130 കോടിയുടെ വമ്പൻ അനുബന്ധ വികസന പദ്ധതിയാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വിഭാവന ചെയ്തിരിക്കുന്നത്. 70 കോടിയുടെ പാരലൽ ടാക്സി വേ, 20.98 കോടിയുടെ 4ാമത്തെ എയറോ ബ്രിഡ്ജ്, 14 കോടിയുടെ അഡീഷണൽ ആപ്രൺ, 10.36 കോടിയുടെ സെക്യൂരിറ്റി സോൺ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ UAE, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഇടപെടലുകൾ നടത്തി.